സാംസ്കാരിക ലോകം. ഈ ആഴ്ചത്തെ സാംസ്കാരിക ലോകത്തിലേക്ക് പ്രിയപ്പെട്ട എല്ലാ ജൻവാണി ശ്രോതാക്കൾക്കും സ്വാഗതം. ഇന്ന് ഈ പരിപാടിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് മുഖാമുഖമാണ്. കവിയും സാംസ്കാരിക പ്രവർത്തകനുമായ സുകുമാർ അരിക്കുഴയാണ് അതിഥി. അദ്ദേഹവുമായി സംസാരിക്കുന്നത് എൻ വിനീത് കുമാർ. സാംസ്കാരിക ലോകം പരിപാടിയിലേക്ക് പ്രിയപ്പെട്ട ജൻവാണി ശ്രോതാക്കൾക്കെല്ലാം സ്വാഗതം. ഇന്ന് ഈ പരിപാടിയിൽ എത്തിയിരിക്കുന്നത് കേരളത്തിൽ തന്നെ അറിയപ്പെടുന്ന ഒരു കവിയാണ്, സാംസ്കാരിക പ്രവർത്തകനാണ്. ഇന്ത്യയിലാകെ സഞ്ചരിച്ച് തൻ്റെ അനുഭവജ്ഞാനം കൊണ്ട് സമൂഹത്തിന് നേരെ ഉളിയമ്പുകളായി നർമ്മവും പരിഹാസവുമെല്ലാം ചേർത്ത് കൊള്ളരുതായ്മകൾക്കെതിരെ നിരന്തരം തൻ്റെ തൂലിക ചലിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കവി. നമുക്ക് അദ്ദേഹത്തെ പരിചയപ്പെടാം. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് സുകുമാർ അരിക്കുഴ എന്നാണ്. ഇടുക്കി ജില്ലയിൽ തൊടുപുഴ ആണ് താമസിക്കുന്നത്. ഇടുക്കി ജില്ലാ സഹകരണ ബാങ്കിൽ ജോലിയായിരുന്നു, അവിടുന്ന് റിട്ടയർ ചെയ്തു. ഇപ്പോൾ സാംസ്കാരിക പ്രവർത്തനമുണ്ട്, കവിതയുണ്ട്. ക്യാപ്സ്യൂൾ കവിതകൾ മാത്രം എഴുതി പോരുന്ന ഒരു എളിയ കവിതക്കാരനാണ്. റേഡിയോ നിലയങ്ങളിൽ കവിതകൾ പലപ്പോഴും അവതരിപ്പിച്ചിട്ടുണ്ട്, കഥ അവതരിപ്പിച്ചിട്ടുണ്ട്, ലേഖനങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്. അനീതിയോടുള്ള ഒരു പ്രതികരണം ഇന്ന് ചവിട്ടി മെതിക്കപ്പെടുന്ന ഒരു കാലത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ധാർമ്മികതയാണ് ഈശ്വര വിശ്വാസം എന്ന് വിചാരിക്കുന്ന ഒരു മനുഷ്യനാണ് ഞാൻ. ധാർമ്മികതയിലും അല്ലെങ്കിൽ നീതിയിലും അല്ലെങ്കിൽ സമത്വബോധത്തിലും വലിയതായ ഒരു ധാർമ്മികത ലോകത്തൊരിടത്തും നമുക്ക് കാണാനായിട്ട് സാധിക്കുകയില്ല. അപ്പോൾ സമബുദ്ധിയാണ് ആധ്യാത്മികതയുടെ കാതൽ എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടി വരും. സമബുദ്ധി ഇല്ലാത്ത ഒരാൾ എത്രമാത്രം ആത്മീയതയോ ആധ്യാത്മികതയോ പറഞ്ഞാലും അത് വില പോകില്ല, യേശുകല. സമൂഹത്തിൽ അത് യേശുകല. സമബുദ്ധിയാണ് ഉദാത്തമായ, ഏറ്റവും ഉദാത്തമായ ആധ്യാത്മികത എന്ന് പറയുന്നതിൻ്റെ കാതൽ സമബുദ്ധിയിൽ അധിഷ്ഠിതമാണ്. ശ്രീബുദ്ധനിലാണ് ഇതിൻ്റെ ആരംഭം. അത് കഴിഞ്ഞത് യേശുദേവൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളെപ്പോലെ തന്നെ നിങ്ങളുടെ ശത്രുവിനെ സ്നേഹിക്കുക എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അയൽക്കാരനെ സ്നേഹിക്കാൻ അല്ല അദ്ദേഹം പറഞ്ഞത്, ശത്രുവിനെ സ്നേഹിക്കാനാണ്. അതിലും വലിയൊരു സമബുദ്ധി ഈ ലോകത്തിൽ ഇതുവരെ അറിയപ്പെടുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. അങ്ങനെ അതിനോട് സമബുദ്ധി ഇല്ലാത്ത പെരുമാറ്റത്തോട് നമുക്ക് ഒരു രീതിയിലും പൊരുത്തപ്പെട്ടു പോകാനായിട്ട് കഴിയുന്നില്ല. അത് അനീതിയാണ്. അനീതിയുടെ നീതിപൂർവകമായ വിതരണമല്ല ഇവിടെ നടക്കണമെന്ന് പലപ്പോഴും നമ്മൾ സംശയിക്കേണ്ടി വരും. നീതിയുടെ അനീതി വിതരണം ചെയ്യുമ്പോൾ അവിടെ ജനാധിപത്യം പോലും പരാജയപ്പെട്ടു പോകും. നീതിയാണ് ജനാധിപത്യം, ഏറ്റവും ഉദാത്തമായ ജനാധിപത്യം. അവിടെ നീതിയും സാഹോദര്യവും ഉണ്ടാവണമെങ്കിൽ തന്നെ സമബുദ്ധി വേണം. ത്യാഗബുദ്ധി ഉണ്ടാവണമെങ്കിൽ സമബുദ്ധി വേണം. അല്ലാത്ത ഒരാൾക്ക് സമബുദ്ധി ഇല്ലെങ്കിൽ നീതിപൂർവം പെരുമാറാൻ, സമബുദ്ധിയോടെ പെരുമാറാൻ സാധിക്കുകയില്ല. രണ്ട് തരം സമൂഹമുണ്ട്. ഒന്ന് വെർട്ടിക്കൽ, രണ്ടാമത്തത് ഹൊറിസോണ്ടൽ. ഹൊറിസോണ്ടലായിട്ടുള്ള ചിന്തയാണ് ഏറ്റവും ഉദാത്തം. അതുകൊണ്ടാണ് നമുക്കിങ്ങനെ അടുത്തടുത്ത കസേരകളിൽ യാതൊരു ബുദ്ധിമുട്ടും കൂടാതെ ഇരിക്കാനായിട്ട് കഴിയുന്നത്. വെർട്ടിക്കലാണെങ്കിൽ വെർട്ടിക്കലായിട്ട് ചിന്തിക്കുന്ന ആ ചിന്തയാണ് ഒരുവൻ്റെ ചെറുപ്പത്തിലെ മനസ്സിൽ കയറി കൂടിയിട്ട് അല്ലെങ്കിൽ അവന് അടുത്തടുത്ത കസേരകളിൽ അറപ്പ് കൂടാതെ തൊട്ടുകൂടായ്മ പാലിക്കാതെ ഇരിക്കാൻ പറ്റുകയില്ല. അത് വെർട്ടിക്കലാണ്. ഏറ്റവും ടോപ്പിൽ ഒരു ജനവിഭാഗം, അതിൻ്റെ ഇടയ്ക്ക് താഴെ വേറൊന്ന്, അതിൻ്റെ താഴെ വേറൊന്ന്, ഏറ്റവും താഴെ വേറൊന്ന്. അപ്പോൾ ഏറ്റവും താഴെയുള്ള ആളുകളെ അസഹിഷ്ണുതയോട് കൂടിയിട്ട് ഒപ്പം കാണാൻ, സമബുദ്ധിയോട് കൂടി കാണാൻ കഴിയാത്ത, അത് ചാതുർവർണ്ണമായിട്ടൊക്കെ ബന്ധപ്പെട്ട് മനുഷ്യ മനസ്സിൽ രൂപപ്പെട്ട് കിടക്കുന്ന ചില മനോഭാവങ്ങളുടെ ഫലമാണ്. മനോഭാവമാണ് സത്യത്തിൽ ഒരു മനുഷ്യൻ്റെ എല്ലാ വർണ്ണങ്ങളും എല്ലാ കാര്യങ്ങളും നിശ്ചയിക്കുന്നത്. അത് ശരിയായില്ലെങ്കിൽ അവന് ഈ സമൂഹത്തിൽ അത് അനുഭവിക്കുന്നവൻ അതിൻ്റെ സംഘർഷം അനുഭവിക്കുകയും ഇത് ആസ്വദിക്കുന്ന ആളുകൾ അത് സുഖം അനുഭവിക്കുകയും ചെയ്യുന്ന ഒരുതരം ഹരമായിട്ട് ഈ വർണ്ണത്തെ, ഞാൻ ജന്മനാ ഭയങ്കര ശ്രേഷ്ഠനാണ് അല്ലെങ്കിൽ അധമനാണ് എന്ന് രണ്ടും രണ്ട് കോംപ്ലക്സാണ്.
ശ്രേഷ്ഠ കോംപ്ലക്സും അധമ കോംപ്ലക്സും ഉണ്ട്. അത് രണ്ടും ഒരുപോലെ അപകടകാരിയാണ്, അനാത്മീയതയാണ്, അനാധ്യാത്മികതയാണ്. ഇതാണ് എൻ്റെ ഒരു എളിയ കാഴ്ചപ്പാട്. ഈ സമബുദ്ധിയാണ് ഏറ്റവും ഉദാത്തമായ ആധ്യാത്മികത എന്ന് അങ്ങ് പറഞ്ഞു. പക്ഷേ പലപ്പോഴും കവിതകളിലൂടെ നമുക്ക് പല പ്രശ്നങ്ങളെയും നമുക്ക് വരച്ചിടാം, അല്ലെങ്കിൽ അതിനോട് പ്രതികരിക്കാം, ഒക്കെ ചെയ്യാം. പക്ഷേ ഈ എഴുത്തുകാരും സാഹിത്യകാരന്മാരും ഒക്കെ തന്നെയും ഇതിനകത്തും വലുപ്പ ചെറുപ്പങ്ങൾ ഉണ്ടാകാറുണ്ട്. അല്ലെങ്കിൽ ഈ സമബുദ്ധിയിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടല്ല പലപ്പോഴും എഴുത്തുകാർ തമ്മിലും വെച്ച് പുലർത്തുന്നത് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് വ്യക്തിപരമായിട്ട്. അത് 100% ശരിയാണ്. എഴുത്തുകാർ പലപ്പോഴും എഴുത്തുകാരനായി പോയി എന്ന് വിചാരിച്ച ഒരാൾക്ക് സമബുദ്ധി ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അവരുടെ ബാല്യത്തിൽ അല്ലെങ്കിൽ സബ് കോൺഷ്യസ് മൈൻഡ് പ്രബലമായിരിക്കുമ്പോൾ ആണ് ഈ ഒരു മനുഷ്യൻ്റെ മനോഭാവം കൃഷി നടക്കുന്നത്. അത് സമബുദ്ധിയിൽ അധിഷ്ഠിതമല്ലെങ്കിൽ, ഞാനൊരു ശ്രേഷ്ഠ കുലജാതനാണെന്നുള്ള ഒരു അവബോധം, ഒരു ചിന്ത ഒരു കുഞ്ഞിൻ്റെ സബ് കോൺഷ്യസ് മൈൻഡിൽ, അതായത് ഉപബോധ മനസ്സ്, ബോധമനസ്സിനെ കഴിഞ്ഞ് 8 ഇരട്ടി പവറുള്ളതാണ് സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്ന ഉപബോധ മനസ്സ്. ആ ഉപബോധ മനസ്സിൽ ഈ അസമ ബുദ്ധിയാണ് കൃഷി ചെയ്യപ്പെട്ടിട്ടുള്ളതെങ്കിൽ അത് മാറ്റാൻ സാധിക്കില്ല. എളുപ്പം അത് മാറ്റാൻ വേണ്ടി ചിരണ്ടുന്ന കത്രിയുടെ അല്ലെങ്കിൽ കത്തിയുടെ വായ്ത്തല മടങ്ങിപ്പോവുള്ളൂ. കാരണം സബ് കോൺഷ്യസ് മൈൻഡിൽ പതിഞ്ഞ്, സബ് കോൺഷ്യസ് മൈൻഡിനൊരു പ്രത്യേകതയുള്ളത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു സംഗതി അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ, ഒരു ഇൻഫർമേഷൻ അങ്ങ് ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നേരെ ഈ സബ് കോൺഷ്യസ് മൈൻഡിൽ അതിൻ്റെ വിവേചന ബുദ്ധി, വിവേക ബുദ്ധി അല്ലെങ്കിൽ തിരിച്ചറിവ് എന്ന് പറയുന്ന സംഭവം കൂടാതെ നേരെ അങ്ങോട്ട് ചെല്ലുകയാണ്. നേരെ ഈ ഉപബോധ മനസ്സിൽ പോയി പതിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് മാറ്റുക അസാധ്യമാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവരുടെ ചിന്ത. ഇത് പിന്നെ അത് ഈ പതിഞ്ഞു കിടക്കുന്ന ചിന്തയുടെ അടിസ്ഥാനത്തിലെ ബേസിൽ നിന്നുകൊണ്ടേ അവന് ചിന്തിക്കാൻ പറ്റുള്ളൂ, അവരുടെ ചിന്ത വരുള്ളൂ. അവിടെയാണ് ഈ പ്രശ്നം കിടക്കുന്നത്. അത് മാറ്റണമെങ്കിൽ ബോധപൂർവം എൻ്റെ സബ് കോൺഷ്യസ് മൈൻഡിൽ ഇങ്ങനെ ഒരു സംഗതി ഫീഡ് ചെയ്ത് സേവ് ആയിട്ടുണ്ട്, അത് അങ്ങനെ അതിനെക്കുറിച്ചിട്ട് അവെയറാവണം. ബോധമായി കഴിഞ്ഞു കഴിഞ്ഞാൽ സാവകാശം അത് ചുരണ്ടി മാറ്റാനായിട്ട് പറ്റും. അല്ലെങ്കിൽ ഇതൊരു തെറ്റാണെന്ന് പോലും, അതായത് 6 വയസ്സിനകത്ത് നമ്മുടെ മനസ്സിൻ്റെ ഫൗണ്ടേഷൻ ഫോം ചെയ്തു കഴിഞ്ഞു. അതുകൊണ്ടാണ് ഇവിടെ 6 വയസ്സിനകത്തൊരു കൊച്ചിനെ ശിക്ഷിക്കരുത്, അവനെ രാജാവിനെ പോലെ കണക്കാക്കി ആ കുഞ്ഞിനോട് പെരുമാറണം എന്ന് പറയാനുണ്ടായ കാരണം വളരെ ശാസ്ത്രീയമാണത്. അത് ഇന്നും പ്രാബല്യത്തിലുള്ള സയൻറ്റിഫിക്കായിട്ട് തെളിഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ 6 വയസ്സിനകത്ത് ഒരു കൊച്ചിനിട്ട് നമ്മൾ അടി കൊടുത്തു കഴിഞ്ഞാൽ എന്തിനാണ് അടിച്ചതെന്നുള്ള തിരിച്ചറിവ് ആ കൊച്ചിനുണ്ടാവില്ല. അതിൻ്റെ സബ് കോൺഷ്യസ് മൈൻഡ് പ്രബലമായതുകൊണ്ട് അതിനെ, ആ കുഞ്ഞിൻ്റെ ജീവിതത്തെ, ചിന്തയെ, ധാരണയെ എല്ലാം അത് ബാധിക്കും. ഒരുപക്ഷെ അത് നെഗറ്റീവായിട്ട് ബാധിച്ചു കഴിഞ്ഞാൽ ആ കുഞ്ഞിന് ഭയങ്കരമായ പ്രശ്നങ്ങൾ, സംഘർഷങ്ങൾ ജീവിതത്തിൽ അതിന് അനുഭവിക്കേണ്ടതായിട്ടും നേരിടേണ്ടതായിട്ടും വരും എന്നുള്ളൊരു സംഗതിയുണ്ട്. ഇതാണ് അതിൻ്റെ മൈൻഡിൻ്റെ ഒരു മൈൻഡ് കൃഷി. എപ്പോഴും ആ കുഞ്ഞിൻ്റെ മനോനില കണക്കിലെടുത്ത് വേണം എന്നുള്ളതാണ്. ഇതാണ് സത്യം. ഇതറിയാൻ പാടില്ലാണ്ട് ആളുകൾ ചെറിയ പിള്ളേരെ കിട്ടി ഈർക്കിളിയൊക്കെ വെച്ച് അല്ലെങ്കിൽ വലിയ വടി വെച്ച് തന്നെ അടിക്കുകയും പിടിക്കുകയൊക്കെ ചെയ്യും. അത് നെഗറ്റീവായിട്ട് ആ പിള്ളേർ ഒരിക്കലും ചിലപ്പോൾ ശരിയായിക്കൊള്ളണം എന്നില്ല. അവൻ്റെ മനസ്സ് ക്ലിയറായി വരണം എന്ന്, വികാസം പ്രാപിക്കണമെന്ന് പറയാൻ പറ്റില്ല. 2-4 വരികളിലേക്ക് അല്ലെങ്കിൽ ഒരു 6 വരികളിലേക്ക് ആശയം ഉൾച്ചേർക്കുന്നതാണ് ക്യാപ്സ്യൂൾ കവിതകൾ. എങ്ങനെയാണ് എഴുത്തിൻ്റെ രീതി? എങ്ങനെയാണ് എൻ്റെ ഒരു എഴുത്തിൻ്റെ രീതി എന്ന് പറയുന്നത്? ചില കാര്യങ്ങൾ, ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ചില സംഗതികളൊക്കെ കാണുമ്പോൾ പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്കൊരു കവിതാശകലം മാതിരി, ഒരു ഇൻഡ്യൂഷൻ മാതിരി വന്നു പെടുകയാണ്. ഇപ്പോൾ ഒരു ഈയിടെ എഴുതിയ ഒരു കവിതയുണ്ട്, മുട്ടുവേദന എന്നാണ് ആ കവിതയുടെ പേര്. ഞാനിങ്ങനെ രാവിലെ നടക്കാനായിട്ട് പോയി കഴിഞ്ഞപ്പോൾ ഒരു ചേടത്തി, ഒരു ക്രിസ്തീയ വിഭാഗത്തിൽപ്പെട്ട ഒരു ചേടത്തിയാണ്, ഭയങ്കര തടിയുള്ള ഒരു ചേടത്തി. ആ ചേടത്തി ഒരു മൊന്തയായിട്ട് അടുത്ത വീട്ടിൽ നിന്ന് അടുത്ത വീട്ടിലേക്ക് പാല് മേടിക്കാൻ പോവുക. അപ്പോൾ അന്ന് അതിൻ്റെ അടുത്ത ഒരു വീട്ടിലെ ഒരു പട്ടി, ഒരു അൽസേഷൻ ബെടാമുണ്ടൻ പട്ടി, രാവിലെ പിടിച്ചു കെട്ടാൻ സമ്മതിച്ചില്ല, റോട്ടി ചാടിപ്പോയി.
ഞാനിങ്ങനെ നടക്കാൻ പോകുമ്പോൾ ഇവരെ കാണാറുണ്ട്. ഇവർ മുട്ടുവേദനയുടെ കാര്യം എന്നോട് പറഞ്ഞിട്ടുമുണ്ട്. ഈ എൻ്റെ മുമ്പിലങ്ങനെ ഒരു 10-20 മീറ്റർ മുമ്പിൽ ഇവരങ്ങ് പോവുക. ഈ പട്ടി ഉറകെ ഇടി മുഴങ്ങണ ശബ്ദത്തിൽ കുറച്ചുകൊണ്ട് ഇവരുടെ പുറകെത്തി. ഇവർ ഈ മുട്ടുവേദനയാന്ന് പറഞ്ഞിട്ടുള്ള ചേടത്തി പുലി പായണമാതിരി പാഞ്ഞു പോയി വേറൊരു വീടിൻ്റെ ഗേറ്റ് തുറന്ന് കിടന്നതിൻ്റെ അകത്ത് കയറിയിട്ട് ഗേറ്റ് അടച്ചു. അപ്പോൾ ഈ പട്ടി പോയി ആ ഗേറ്റിൽ മണത്തു. ഇത് കണ്ടപ്പോൾ ഇത് എനിക്ക് എൻ്റെ ഉള്ളിലുണ്ടല്ലോ ഇവർ ഈ മുട്ടുവേദന. അപ്പോൾ മുട്ടുവേദന ഒരു കവിത 2 ലൈൻ എൻ്റെ മനസ്സിലേക്ക് ഓടിക്കയറി വരികയാണ്. പട്ടി കടിക്കാൻ ഓടി വരുമ്പോൾ മുട്ടിനു വേദന പമ്പ കടക്കും. ആ കവിത തീർന്നു. പക്ഷേ അത് പിന്നീട് ആലോചിക്കുമ്പോഴാണ് അന്നേരം വന്ന ഒരു സംഭവമാണത്. പക്ഷേ എൻ്റെ കയ്യിൽ ചെറിയ റൈറ്റിംഗ് പാട് പലപ്പോഴും കാര്യം നേരിട്ട് പറഞ്ഞു. ഇതാണ്. അപ്പോൾ ആ രീതിയിലാണ് ഈ ചില സംഗതികൾ വരുന്നത്. ചില നല്ല സംഗതിയൊക്കെ വായിച്ച് നമ്മുടെ നല്ല സെൻറ്റൻസുകൾ വായിക്കുമ്പോൾ ആ വായിച്ച കാര്യമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്ത വേറൊരു മേഖലയിലേക്ക് ഒരു കവിതയായിട്ട് ചിലപ്പോൾ 3 ലൈനോ 4 ലൈനോ, ഞാൻ അതിൻ്റെ ലൈനിനെ കുറിച്ച് ബോധേടല്ല. ലൈൻ കുറവാണെങ്കിലും നമുക്ക് ആ യാത്ര വലുതാണല്ലോ. ചിലപ്പോൾ ചില ആൾക്കാർക്ക് ഇപ്പം 4 വരി ഇല്ലാണ്ട് തന്നെ ഒരു കവിത, 2 വരിയില്ല, ഒറ്റ വരിയെ ഉള്ളെങ്കിൽ അത് മതി. അതായത് ഇപ്പോൾ വറുതി എന്നും പറഞ്ഞിട്ടൊരു കവിതയുണ്ട്, ഒറ്റ വരി കവിതയാണ്. ധാരാളിത്തം കൊണ്ട് ഈ ഭൂമിയിൽ ആളുകൾ വറുതി വരുത്തുന്നു, ഒരു ഒറ്റവരി കവിതയാണ്. അത് എഴുതിയതിൻ്റെ പിന്നിലും ഒരു സംഭവമുണ്ട്. ഞാൻ ഈ ബോംബെയിലാണെന്ന് വെച്ചു. ബോംബെയിൽ ഒരു ഹോട്ടലിൽ, ഒരു വെജിറ്റേറിയൻ ഹോട്ടലാണ്. അവിടെ കയറി ഭക്ഷണം കഴിച്ചിട്ട് ഈ ഇല എടുത്തുകൊണ്ട് അവിടെ ഇടണ നേരത്ത് ഒരു പെൺകുട്ടി, ഒരു 8-9 വയസ്സ് കാണുമായിരിക്കും, അതിങ്ങനെ ഈ ഇലയിൽ ഭക്ഷണം കഴിച്ച ആളുകൾ കഴിക്കാതെ എന്തെങ്കിലുമൊക്കെ അംശങ്ങൾ ചോറോ കറികളോ ഉണ്ടെങ്കിൽ അത് ഈ ഇല വേസ്റ്റ് ഇടുന്ന ആ പാത്രത്തിൻ്റെ അവിടെ ഇരുന്നിട്ട് ആ കൊച്ചത് വാരി ഭക്ഷിക്കണമുണ്ട്. സത്യത്തിൽ നമ്മുടെ ഈ ചങ്ക് ഈർപ്പം കൊണ്ട് ശ്വാസം മുട്ടുക എന്ന് പറയില്ലേ, അങ്ങനെ ഒരു അനുഭവമായിപ്പോയി. അത് അന്നേരം തന്നെ ഇതിങ്ങനെ ഞാനത് കണ്ട് അവിടെ പോയി ഇരുന്നു. കഴിഞ്ഞിട്ടും അപ്പോൾ ഈ വേസ്റ്റ് ഇടയ്ക്കൊക്കെ കൂടുതൽ വരുന്നുണ്ട്. അത് ഈ കൊച്ചിന് ആഹ്ലാദം, അങ്ങനെയുള്ള ഇല ഇങ്ങനെ പൊക്കി ചെല്ലുമ്പോൾ കൂടുതൽ വേസ്റ്റ് ഉള്ളത്, കാരണം അതിന് കൂടുതൽ കിട്ടുവാണല്ലോ. ഞാൻ അവിടെ പോയിരുന്ന് ചോറിനു മുമ്പ് തന്നെ ഒരു ചെറിയ ഗ്യാപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആ ഗ്യാപ്പിൽ അപ്പോൾ അവർ എനിക്കുള്ള ഇല ഞാൻ കൈ കഴിയിട്ട് അവിടെ ഇരിക്കുകയാണ്. ഇല കൊണ്ടുവരുന്നതിൻ്റെ ഇടയ്ക്കുള്ള ആ ഗ്യാപ്പിൽ ഇങ്ങനെ ഈ ഇത് ഞാൻ ആലോചിച്ച് കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് വരികയാണ്. അപ്പോൾ കുറേ ഇല ഇടയ്ക്കൊക്കെ ഉള്ള ഇലകളിൽ കൂടുതൽ വേസ്റ്റ് വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ആളുകൾ ഈ ആഹാരം വേസ്റ്റ് ആക്കരുതെന്നൊരു ബോധം നമ്മുടെ മനസ്സിലുണ്ട്. അത് വെച്ച് ഇങ്ങനെ എഴുതിയതാണ്. ധാരാളിത്തം കൊണ്ട് ഈ ഭൂമിയിൽ ആളുകൾ വറുതി വരുത്തുന്നു എന്ന് എങ്ങനെയോ അങ്ങനെ വന്ന് അത് ഒറ്റ വരി കവിതയായിട്ട് അതിൻ്റെ അകത്തൊരു വസ്തുത കിടപ്പുണ്ട്. അതുപോലെ തന്നെ ആദ്യം നമ്മൾ ആ ചൊല്ലിയ കവിതയുണ്ടല്ലോ, പട്ടി കടിക്കാൻ ഓടി വരുമ്പോൾ എന്ന് പറഞ്ഞാൽ അത് ഈ സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ ഒരു പ്രവർത്തനമാണ്. അത് പിന്നീട് ആലോചിച്ച് കഴിഞ്ഞപ്പോൾ വന്ന ഒരു സംഗതിയാണ്. പട്ടിയെക്കുറിച്ചും പാമ്പിനെക്കുറിച്ചുള്ള ഭയം ഈ 6 വയസ്സിനകത്ത് എവിടുന്നോ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ കയറിക്കൂടി അത് സേവ് ആയേക്കണതാണ്. അപ്പോൾ ഈ എന്തെങ്കിലും കാരണവശാൽ ഒരു ഇൻസിഡൻ്റ് ഉണ്ടായി, ഒരു സന്ദർഭം വന്ന് ഈ സബ് കോൺഷ്യസ് മൈൻഡ് ഉണർന്നു കഴിഞ്ഞാൽ ശരീരം എത്രമാത്രം ഫോഴ്സ്, ശക്തി പ്രയോഗിക്കും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് ചില അപകടങ്ങളൊക്കെ ഉണ്ടായി കഴിയുമ്പോൾ ചില ആൾക്കാർ ഈ തന്നെത്താൻ ഒറ്റയ്ക്ക് വണ്ടിയൊക്കെ പൊക്കി ആളുകളെ രക്ഷപ്പെടുത്തിയതൊക്കെ ആയിട്ട് നമ്മൾ വായിക്കുന്നതിൻ്റെ അകത്ത് ഇങ്ങനെ ഇതാണ് അതിൻ്റെ ശാസ്ത്രീയ മനഃശാസ്ത്ര വശം, ഫാക്റ്റ്. അപ്പം അത് പിന്നീട് ആലോചിക്കുമ്പോൾ നമുക്ക് കിട്ടിയ ഒരു പോയിൻ്റാണ്. അതുകൊണ്ട് തന്നെ ആ കവിതയ്ക്ക് എന്ന് പറയുന്ന ആ 2 വരി കവിത മാത്രം ചൊല്ലി കൈയടി വഴി കിട്ടിയിട്ടുണ്ട് സത്യത്തിൽ. അത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതങ്ങനെ ഒരു സാധനമായിട്ടത് മാറിപ്പോയി എന്നുള്ളതാണ്. ഇതാണ് എൻ്റെ ഒരു എഴുത്തിൻ്റെ ഒരു രീതി. പിന്നെ ചില കാര്യങ്ങളൊക്കെ നമ്മൾ വായിച്ച് അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മുടെ ഒരു മനസ്സൊരു പ്രത്യേക ഫ്രീക്വൻസിയിലെത്തുമ്പോൾ ഒരു താളബദ്ധമായി ഞാൻ എഴുതിയേക്കണ കവിതകളെല്ലാം ചെറുതാണെങ്കിലും അത് ഗദ്യമായിട്ട് വേണേൽ അങ്ങനെയും പദ്യമായിട്ട് കവിതയായിട്ട് വേണേൽ അങ്ങനെയും ഓട്ടംതുള്ളലിൻ്റെ രീതി ഇപ്പോൾ ഈ മുട്ടുവേദന എന്ന് പറയുന്ന ഓട്ടംതുള്ളൽ രീതിയിലും നമുക്ക് ചൊല്ലാവുന്നതാണ്. പട്ടി കടിക്കാൻ ഓടി വരുമ്പോൾ മുട്ടിന് വേദന പമ്പ കടക്കും. ഒരു താളവ്യത്യാസമോ ഒരു വൃത്തഭംഗമോ അതിനില്ല.
പിന്നെ നമ്മൾ ഏതെങ്കിലും ഒരു താളത്തിൽ നമുക്കൊരു കവിത ഒറ്റ വരിയാണേലും ചൊല്ലാൻ പറ്റുമെങ്കിൽ എല്ലാവരും അത് ചൊല്ലണമെന്നില്ല. അതിനൊരു താളമുണ്ട്, അതിനൊരു വൃത്തമുണ്ട്. ആ വൃത്തത്തിൽ നമുക്കറിയാൻ പാടില്ലാത്ത വൃത്തം 1,54,734 വൃത്തം കണ്ടെത്തിയിട്ടുണ്ട്. വൃത്തത്തെക്കുറിച്ച് ഗവേഷണം നടത്തുന്ന ഒരു ലേഡി ഡൽഹിയിലുള്ള ഒരു കോളേജിൽ പ്രൊഫസറായിട്ടുള്ള അവർ PhD എടുത്ത ഒരു ലേഡിയാണ്. അവരുടെ ഒരിക്കൽ കാലടി സർവകലാശാല കാലടി SNDP ലൈബ്രറിയിൽ ഇവരെ ഒരു പ്രഭാഷണം നടത്തി. അപ്പം ഞാൻ നേരത്തെ തൊട്ട് ഈ വൃത്ത പാലകനല്ല. ഒരു താളമുണ്ടെങ്കിൽ ഒരു താളത്തിൽ എനിക്കത് ചൊല്ലാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിനൊരു വൃത്തം ഉണ്ടെന്ന് എനിക്കറിയാറുത്. എങ്ങനെയോ എൻ്റെ ഉള്ളിൽ അങ്ങനെയുണ്ട്. അപ്പോൾ ഈ വൃത്തം വേണം എന്ന് ശടിക്കേണ്ട കാര്യമില്ല. ഒരു 15 താഴെ വൃത്തങ്ങൾ അല്ലെങ്കിൽ ഒരു 20 താഴെ വൃത്തങ്ങൾ ആണ് ഇവിടെയുള്ള മലയാളം പണ്ഡിറ്റുമാർ വരെ പഠിച്ചിട്ട് ആണ് ഇവർ ഈ വൃത്ത നിബദ്ധമായ കവിതകൾ എന്നൊക്കെ പറഞ്ഞ് ഘോരഘോരം വാദിക്കുന്നത്. പക്ഷെ അതിൻ്റെ അകത്ത് വലിയൊരു അടിസ്ഥാനമില്ല. ഏതെങ്കിലും ഒരു താളത്തിൽ നമുക്കത് ചൊല്ലാൻ പറ്റുന്നുണ്ടോ, അത് പറയാൻ പറ്റുന്നുണ്ടോ? ഗദ്യം നല്ല ഇതിൽ ഇതായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, നല്ല ശൈലിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അകത്തൊരു താളമുണ്ട്. നാടകത്തിൻ്റെ സംഭാഷണങ്ങൾക്കൊരു താളമുണ്ട്. ഈ താളം എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റെപ്പുകൾ വയ്ക്കുന്നതാണ്. 1 2 3 4 1 2 1 2 1 2 3 4 ഇതാണ് ഈ താളത്തിൻ്റെ വൃത്തത്തിൻ്റെ ബേസ്. അതാണ് ഓരോ മനുഷ്യനും വയ്ക്കുന്ന ചുവടുകൾ ആണ് സത്യത്തിങ്കൽ താളമായിട്ട് വൃത്തമായിട്ട് വരുന്നത്. അത് നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിനെക്കുറിച്ച് ബോധേടാവേണ്ട കാര്യമില്ല. ആ വാക്കുകൾ വരുന്നത് ഇങ്ങനെ അണിഞ്ഞൊരുങ്ങിയാണെങ്കിൽ ചിട്ടയോട് കൂടിയിട്ടാണെങ്കിൽ അത് എറിക്കും. അത് മനുഷ്യ മനസ്സിൻ്റെ താളമാണ്. അത് ഹാർട്ട് ബീറ്റുമായിട്ട് അതിനൊരു ബന്ധമുണ്ട്. വളരെ ബേസിക്കായിട്ട് ചിന്തിക്കുമ്പോൾ അല്ലെങ്കിൽ കണ്ടെത്തുമ്പോൾ അങ്ങനെ ആ ഒരു രീതിയിലുള്ള എഴുത്തുകളാണ്. ഇത് എത്ര പേർക്ക് ഏതെല്ലാം രീതിയിൽ അക്സെപ്റ്റബിൾ ആണെന്നൊക്കെയുള്ള വേറെ കാര്യമാണ്. അത് എൻ്റെ ഒരു എളിയ ചിന്ത ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുകയായിരുന്നു. അതാണ് എൻ്റെ എഴുത്തിൻ്റെ ഒരു രീതി. അപ്പോൾ 18-ാം വയസ്സിൽ ആണ് ഔദ്യോഗിക ജീവിതം ആരംഭിക്കുന്നത്. അതെ അതെ. ഇത്ര ദൂരത്തു നിന്നാണ് ജന്വാണിയിലേക്ക് വരുന്നത്. ഇടുക്കിയിൽ നിന്നാണ് അങ്ങ് വരുന്നത്. അപ്പോൾ ഇടുക്കിയിലെ അരിക്കുഴ സർവീസ് സഹകരണ ബാങ്കിൽ ക്ലർക്കായിട്ടാണ്. തൊടുപുഴയിലാണ്. അവിടെ നിന്നാണ് പിന്നെ ജീവിതം ആരംഭിക്കുന്നത്, ഔദ്യോഗിക ജീവിതം. 18 വയസ്സും 3 മാസവും തികഞ്ഞു കഴിഞ്ഞപ്പോൾ അരിക്കുഴ സർവീസ് ബാങ്കിൽ ക്ലർക്ക് കം സെയിൽസ്മാനായിട്ടാണ് ഞാൻ ആദ്യം സർവീസിൽ കയറുന്നത്. അന്ന് ഈ സൊസൈറ്റികളിലെ നിയമനമൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ പ്രസിഡൻറ്റും കമ്മിറ്റി അംഗങ്ങളും കൂടെ കൂടി നിയമിക്കുന്ന ഒരു രീതിയാണ്. അവർക്ക് പറ്റിയതാണെങ്കിൽ ഒരാളെ അവർ വയ്ക്കും. ക്ലർക്ക് കം സെയിൽസ്മാൻ ആകുമ്പോൾ അന്നത്തെ ബേസിക് ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് SLC ആയിരുന്നു. SLC ഞാൻ പാസ്സായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അവിടെ ഇരുന്ന് അവിടെ 9 വർഷവും 6 മാസവും അവിടെ ജോലി ചെയ്തു. അത് കഴിഞ്ഞാണ് ജില്ലാ സഹകരണ ബാങ്കിൽ ടെസ്റ്റ് എഴുതി. പിന്നെ പ്രൊമോഷൻ ട്രെയിനിങ്, കോപ്പറേറ്റീവ് ട്രെയിനിങ് ഒക്കെ കഴിക്കണം. കോപ്പറേറ്റീവ് ട്രെയിനിങ് ഞാൻ സൊസൈറ്റിയിൽ ഇരിക്കുമ്പോൾ പോയായിരുന്നു. തൃശ്ശൂരായിരുന്നു. തൃശ്ശൂർ ഒരു കോപ്പറേറ്റീവ് ട്രെയിനിങ് സെൻ്ററുണ്ട്. അപ്പോൾ അവിടെ JDC ജൂനിയർ ഡിപ്ലോമ, അതിൻ്റെ ഇടയ്ക്ക് ഞാൻ സർവേ പഠിക്കാൻ പോയി. അങ്ങനെയൊക്കെ ഒരേ പണിത്തരങ്ങൾ നമ്മൾ പോയി ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ജില്ലാ ബാങ്കിൽ വന്നു. ജില്ലാ ബാങ്കിൽ 30 വർഷവും 6 ദിവസവും ജോലി ചെയ്തിട്ടുണ്ട്. ഇടുക്കി ജില്ലാ ബാങ്കിലായിരുന്നു. ഇടുക്കി ജില്ലാ സഹകരണ ബാങ്കിൽ കയറിയതിന് ശേഷം അത് കഴിഞ്ഞ് ഞാൻ LLB എടുത്തു. അവിടെ ജില്ലാ ബാങ്കിൽ ജോലി ചെയ്യുമ്പോൾ തന്നെ ഞാൻ അവധിയെടുത്ത് 5-6 മാസം കൂടുമ്പോൾ 2-3 മാസം ലീവ് എടുത്ത് പോയി അവിടെ ചേർന്ന് കർണാടക യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് LLB എടുക്കുന്നത്. കർണാടക യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് ഞാൻ ഡിഗ്രി എടുത്തത്. ട്രിപ്പിൾ മെയിൻ ആയിരുന്നു അവിടെ. മറ്റേ മൈസൂർ യൂണിവേഴ്സിറ്റി, കർണാടക അല്ല, മൈസൂർ യൂണിവേഴ്സിറ്റി. അപ്പം അവിടെ ഹിസ്റ്ററി, പൊളിറ്റിക്കൽ സയൻസ്, സോഷ്യോളജി ട്രിപ്പിൾ മെയിനാണ് അവിടെ. അത് പഠിച്ചത് വലിയ പഠിക്കേണ്ട സബ്ജക്റ്റുകളാണ്. സോഷ്യോളജിയാണ് മനുഷ്യൻ പഠിക്കേണ്ടതെന്നാണ് എൻ്റെ എളിയ അഭിപ്രായം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് അതുപോലെ തന്നെ LLB ആണെങ്കിലും അതിൻ്റെ സിലബസ് ഒരു സാമാന്യ രീതിയിൽ കാര്യങ്ങൾ നമുക്ക് അവെയർ ആവണമെങ്കിൽ ഒരു ഡിഗ്രി കൊണ്ട് ആകുന്നില്ല. അതേസമയത്തൊരു LLB ഉണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് പല മുസ്ലിം ലോയ അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഒരുമാതിരി സബ്ജക്റ്റൊക്കെ അതിൻ്റെ അകത്ത് വരും. അപ്പോൾ അത് നമ്മുടെ ഒരു അറിയാനുള്ള ഒരാകാംക്ഷയുണ്ടല്ലോ, ഒരു താല്പര്യം, ഒരു എൻതൂസിയാസം എന്ന് പറയുന്ന
നമ്മുടെ ജിജ്ഞാസ, ആ വാക്കാണ് അതിൻ്റെ അത് കൂടുതൽ ശരി. നമ്മുടെ ജിജ്ഞാസയെ സാറ്റിസ്ഫൈ ചെയ്യാൻ ഇതൊക്കെ അത്യാവശ്യം. അത് നമുക്കറിയാൻ പാടില്ലാത്തൊരു വാക്ക് കേട്ട് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു കാര്യം കേട്ട് കഴിഞ്ഞാൽ അതെന്താണെന്ന് അറിയണം എന്നുള്ള ഒരു അദമ്യമായ ഒരു തരം ഒരു ആഗ്രഹമുണ്ട്. അതെനിക്ക് അന്നുമുണ്ട്, ഇന്നുമുണ്ട്, എന്നുമുണ്ട്. അപ്പോൾ അത് അങ്ങനെയായി ഈ കോഴ്സുകൾക്കെല്ലാം നമ്മൾ പോയി ചേരുകയും അതൊക്കെ നമ്മുടെ മാത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിലുള്ള ആൾക്കാരൊക്കെ അതിന് സഹകരിച്ചിട്ടുണ്ട്. അവരുടെ സഹകരണം ഇല്ലാണ്ട് നമുക്ക് പഠിത്തം എത്ര മിടുക്കനാന്ന് പറഞ്ഞ് നമുക്കിവിടെ ഇരുന്നും മിടുക്ക് കൊണ്ടൊന്നും ഒരു കാര്യം നടക്കില്ല. ബാക്കിയുള്ള മൃഗങ്ങളുടെ വരെ സഹായം ഉണ്ടെങ്കിൽ നമ്മുടെ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഒരുപാട് യാത്ര ചെയ്യുന്ന ഒരാളാണ്. യാത്ര ചെയ്യാറുണ്ട്. യാത്ര ചെയ്ത സ്ഥലങ്ങൾ വേറെ ചില ആൾക്കാരുടെ യാത്രയെക്കുറിച്ച് നമ്മൾ കേൾക്കുമ്പോൾ നമ്മൾ ശിശുവാണെന്ന് നമുക്ക് തോന്നിപ്പോകും. കാര്യം കുറേ സ്ഥലങ്ങളൊക്കെ യാത്രകൾ ഈ ഇന്ത്യയിലും ഇന്ത്യക്ക് പുറത്തുള്ള രാജ്യങ്ങളും ഒക്കെ നമ്മൾ സഞ്ചരിച്ചിട്ടുണ്ട്, യാത്ര പോയിട്ടുണ്ട്. ഈ കഴിഞ്ഞ ആഴ്ചയിൽ തന്നെയാണെങ്കിലും ജമ്മു കാശ്മീരിന് ഞാൻ പോയിരുന്നു. അത് പണ്ട് തൊട്ടേ ഉള്ള ഒരു വർഷങ്ങൾക്ക് മുമ്പ് തൊട്ട് നമ്മുടെ ഉള്ളിൽ കയറി കൂടിയിട്ടുള്ള നമ്മൾ ഈ ജമ്മു കാശ്മീർ എന്നൊക്കെ എവിടെ ഇങ്ങനെ ഈ കുങ്കുമപ്പൂവിൻ്റെയൊക്കെ നാടാണെന്നൊക്കെ പറയുകയും പൂക്കളുടെ ഒരു നാടാണെന്നൊക്കെ പറയുകയും ഒക്കെ ചെയ്യുമ്പോഴും അവിടെ നിന്ന് പോയി കാണേണ്ടതാണ് എന്ന് തോന്നിയിട്ടുണ്ട്. നമ്മുടെ ഉള്ളിലെ ഒരു ആഗ്രഹമാണ്. അപ്പോൾ അങ്ങനെ പോയി കണ്ട നല്ല രസമുള്ള ഒരു സ്ഥലമാണ് ഈ കാശ്മീർ. ഒന്നാമത്തെ തണുപ്പ് മാത്രമേ നമുക്ക് ഇതിൻ്റെ അകത്ത് ഒരു അസഹിഷ്ണുത ഉണ്ടാക്കുന്ന കാര്യമുള്ളൂ. തണുപ്പ് എന്തെങ്കിലും ഒരു സംഗതി വിഷമം അനുഭവിക്കാതെ നമുക്ക് ഒരു നല്ല സംഗതിയും കാണാൻ പറ്റുകയില്ല, അനുഭവിക്കാൻ പറ്റുകയില്ല. അപ്പോൾ അവരവിടെ ജാക്കറ്റ് തരും, ഒരേ സാധനങ്ങൾ, സോക്സ് തരും, ഷൂസ് തരും. ഇതെല്ലാം നമുക്ക് അവിടെ അവർ അറേഞ്ച്മെൻറ്റിൽ ചെയ്തു തരുന്നുണ്ട്. ഗരായി എന്ന് പറയുന്ന സാധനം വരെ ചൂട് കിട്ടത്തക്ക രീതിയിൽ അതുവരെ അവർ സപ്ലൈ ചെയ്ത് തരുന്നുണ്ട്. ഡൽഹി ടു അല്ലാതെ കൊച്ചി ടു ഡൽഹി ടു ശ്രീനഗറിൽ ലോഡ്ജിൽ നല്ല 4 സ്റ്റാർ സൗകര്യങ്ങളുള്ള ലോഡ്ജൊക്കെയാണ് അവർ അറേഞ്ച് ചെയ്തേക്കുന്നത്. തുളിപ്പ് ഗാർഡനൊക്കെ ഉണ്ട്. തുളിപ്പ് ഗാർഡൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു സംഗതിക്കും കമ്പയർ ചെയ്തിട്ട് കാര്യമില്ല. കമ്പാരിസണോടും വലിയ അപകടം വേറെ ഇല്ലെന്ന് വിചാരിക്കുന്ന ഒരു മനുഷ്യനാണ് നമ്മൾ. കാരണം ഓരോ സംഗതികളും തികച്ചും എൻറ്റയർലി ഡിഫറൻ്റായിട്ട് ആ വ്യത്യസ്തതയിലാണ് പ്രകൃതി ആകുന്ന ഈശ്വരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പ്രകൃതി അല്ലാണ്ട് ഒരു സംഗതിയുടെ ഒരു വ്യക്തിയോ ഒരു സൂപ്പർ മാൻ, ഒരു സൂപ്പർ പവറുള്ള ഒരു വ്യക്തിത്വമായിട്ട് ഈശ്വരനെ നമ്മൾ സങ്കല്പിക്കുന്നില്ല, വിചാരത്തിൽ വരുന്നില്ല. അത് ഈ അറിവാണ് ഈശ്വരൻ എന്ന് ശ്രീനാരായണ ഗുരു തന്നെ പറഞ്ഞിട്ടുള്ള ഒരു വലിയ കാര്യമുണ്ട്. ഏത് ഈശ്വരനെ കുറിച്ചിട്ടുള്ള അറിവും ഒരറിവായിട്ട് നമ്മുടെ ബ്രെയിനിൽ ഇരിക്കുന്നു എന്നുള്ളതിൻ്റെ അപ്പുറത്ത് എന്തുണ്ടെന്ന് നമുക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റുകയില്ല. കഴിയുന്നുണ്ടോ? ഇതാണ് അതിൻ്റെ വസ്തുത. അപ്പോൾ അല്ലാണ്ട് ചെറുപ്പത്തിൽ തൊട്ട് നമുക്ക് വിവേകം ഉദിക്കുന്നതിന് മുമ്പ് ഈ സംഗതിയെക്കുറിച്ചിട്ടൊരു സങ്കല്പം ഇന്നതാണ് ദൈവം, ഈശ്വരൻ ഇന്ന പേരിൽ ഇങ്ങനെ ഇരിക്കണമാണ്, ഇത് ഒന്നിലെ ക്രൈസ്റ്റിൻ്റെ അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ അല്ലെങ്കിൽ ശ്രീകൃഷ്ണൻ്റെ അല്ലെങ്കിൽ അതുപോലെ പരമശിവൻ്റെ, പാർവതിയുടെ അങ്ങനെയുള്ള ഒരു സങ്കല്പത്തിൽ, അതൊക്കെ ഒരു സങ്കല്പനത്തിന് വേണ്ടിയിട്ട് ഈ തിരിച്ചറിവ് എന്ന് പറയുന്ന സംഗതി ആകുന്നതിന് മുമ്പ്, അതാണല്ലോ വിവേകം എന്ന് പറയുന്നത്. മുമ്പ് മനുഷ്യൻ്റെ ഉള്ളിലേക്ക് കയറ്റി ഫീഡാക്കുന്ന സബ് കോൺഷ്യസ് മൈൻഡിലാണ് പലപ്പോഴും സംഭവിക്കുന്നത്. നമ്മൾ പള്ളിയിൽ പോണതൊക്കെ അമ്മച്ചിയുടെയും അപ്പച്ചൻ്റെയൊക്കെ എളിയിലിരുന്നൊക്കെയാണ് മാമോദിസയ്ക്കൊക്കെ പോകുന്നത്. ആ അന്തരീക്ഷമായിട്ട് യോജിച്ച് അവിടുത്തെ രീതി, ഇതൊക്കെയാണ് ദൈവികത അല്ലെങ്കിൽ ദൈവത്തിൻ്റെ രീതികളിലുള്ള ആരാധനാക്രമം. നമ്മൾ ഒരു വിവേകവും തിരിച്ചറിവും ആകുന്നതിന് മുമ്പ് നമ്മുടെ മനസ്സിൽ കയറ്റിവെച്ച സങ്കല്പനത്തിൻ്റെ രൂപങ്ങൾ, ചിത്രങ്ങൾ ആണ് സത്യത്തിൽ പതിയുന്നത്. അത് ചെറുപ്പത്തിലേ പതിയുന്നതായതുകൊണ്ടാണ് നമ്മൾ ആദ്യം പറഞ്ഞ മനഃശാസ്ത്രം അതിൻ്റെ അകത്ത് വരുന്നത്. അപ്പോൾ ആ രീതിയിലുള്ള ഒരു ഈശ്വര സങ്കല്പമാണ്, അറിവാണ് ഈശ്വരൻ എന്ന് പറയുന്നതാണ് ശരിയെന്നാണ് ഇതുവരെ യുക്തിഭദ്രം എന്ന് തോന്നിയിട്ടുള്ളത്. ക്യാപ്സൂൾ കവിതകൾ, അരിക്കുഴ കവിതകൾ, സ്വർണ്ണപ്പനി എന്നൊക്കെയുള്ള വാക്ക് കേൾക്കുമ്പോൾ ഒരു കൗതുകം തോന്നുന്നുണ്ട്. എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്? സ്വർണ്ണപ്പനി എന്ന് പറയുന്നത്, സ്വർണ്ണപ്പണി കേട്ടിട്ടുണ്ട്. സ്വർണ്ണപ്പനി എന്ന് പറയുന്നത് ഈ മനുഷ്യന് ധനത്തോടുള്ള ഒരു പനി ഉണ്ട്.
ആർത്തിയുണ്ട്. അവിടെ ആർത്തി എന്നാണ് അപ്പം എനിക്ക് അർത്ഥം. സ്വർണത്തിനോടുള്ള, ധനത്തോടുള്ള അത്യാർത്തി അല്ലെങ്കിൽ ആക്രാന്തം. സ്വർണ്ണപ്പനിയുടെ ഒരു ആക്രാന്തം തന്നെയുണ്ട്. ആ ആക്രാന്തത്തെ സൂചിപ്പിക്കാനാണ് ഞാൻ ആ കവിത എഴുതിയത്. സ്വർണ്ണപ്പനി എന്ന് പറയുന്ന ധനം ജനാധിപത്യം എന്ന് വരുമ്പോഴും അത് തന്നെയാണോ? അതെ, ധനം ജനാധിപത്യം അത് വേറെ ഒരു കൺസെപ്റ്റാണ്. ധനം ജനാധിപത്യം എന്ന് പറയുന്നത് ജനാധിപത്യത്തെ ധനം ഉള്ളവൻ ഹാക്ക് ചെയ്യുന്നു, കൈയാളുന്നു. ജനാധിപത്യം ഇല്ല ഇവിടെ. ജനാധിപത്യം പോലും ധനവാൻ കൈപ്പിടിയിൽ ഒതുക്കും. അങ്ങനെ ഒരു അന്തരീക്ഷമുണ്ട്. അത് ആ ഉദ്ദേശത്തിലാണ്. ഇപ്പോൾ കോർപ്പറേറ്റുകൾ എത്ര പേര് ഈ പിന്നോക്ക ദളിത് വിഭാഗത്തിലുള്ള ആളുകളുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർക്കും ഒരു കണക്ക് കൃത്യമായിട്ട് ഒരു വിവരാവകാശത്തിലും അത് കിട്ടാൻ സാധ്യതയില്ല. കാരണം അത് അങ്ങനെ ആക്കിയേ അത് വിവരാവകാശത്തിൽ കൊടുക്കുള്ളൂ. ആർക്കെങ്കിലും പറയാൻ പറ്റുമോ എത്ര പേരുണ്ട്, എത്ര കോർപ്പറേറ്റുകൾ? ഇപ്പോൾ അംബാനിയുണ്ട്, അദാനിയുണ്ട്, SR ഉണ്ട്, അങ്ങനെ കുറേ കോർപ്പറേറ്റുകളുണ്ട്. ഇവരിൽ ഒരു മനുഷ്യനും പോലും ഈ മഹാഭൂരിപക്ഷം വരുന്ന 85% വരുന്ന പിന്നോക്ക ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആളുകൾ, തീരെ SC/ST പട്ടികക്കാർ എത്ര പേരുണ്ട് നമുക്കൊരു പിടിയില്ല. അപ്പോൾ ജനാധിപത്യം എന്ന് പറയുന്നത് കൺസെപ്റ്റുമായിട്ട് എത്രമാത്രം അകന്നുപോയി നമ്മുടെ ജനാധിപത്യം എന്ന് നമ്മൾ ചിന്തിക്കേണ്ടി വരുന്നുണ്ട്, ഉത്തരം കിട്ടിയില്ലെങ്കിലും. അതാണ് ഇതിനുവേണ്ടി ഒരു പോരാട്ടം തന്നെ നടത്തിയിട്ടുണ്ടല്ലേ? അത് സർക്കാർ ജീവനക്കാരുടെ ജാതി തിരിച്ചുള്ള കണക്ക് കിട്ടണം. അതിന് ഞാൻ ഒറ്റയ്ക്ക് തൊടുപുഴ സിവിൽ സ്റ്റേഷൻ്റെ മുമ്പിൽ നിരാഹാര സത്യാഗ്രഹം അനുഷ്ഠിച്ചിട്ടുണ്ട്. അതായത് ഈ പട്ടിക തിരിച്ചുള്ള ഒരു ലിസ്റ്റ് സർക്കാർ പ്രസിദ്ധീകരിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് അതിനൊരു ചെറിയ ഒരു പേപ്പറിൽ നമ്മുടെ ഡിമാൻഡുകൾ വെച്ചുകൊണ്ട് ഗാന്ധിയുടെ വേഷത്തിൽ സിവിൽ സ്റ്റേഷന് മുമ്പിൽ ആ പാർക്കിൻ്റെ ഫ്രണ്ടിലായിട്ട് ഒരു കസേരയൊക്കെ ഇട്ട് അവിടെ ഇരുന്നു. ഗാന്ധിയുടെ വേഷത്തിലായിരുന്നത്. ഒരു വടിയും ഒരു പുതപ്പും ഗാന്ധിജിയുടെ ഒരു കണ്ണാടിയും ഒക്കെ ആ രീതിയിൽ സംഘടിപ്പിച്ച് ഗാന്ധി വേഷത്തിൽ അങ്ങനെ ഇരിക്കുകയായിരുന്നു. അത് പത്രത്തിലൊക്കെ അങ്ങനെ വരികയൊക്കെ ചെയ്തായിരുന്നത്. അത് ഒരു ഇന്നും കാലഘട്ടം ആവശ്യപ്പെടുന്ന ഒരു ഡിമാൻഡാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ജാതി തിരിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇപ്പം ആദ്യം പറഞ്ഞില്ലേ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ സാമൂഹ്യമായ ഒരു കവികളും ഇപ്പോൾ കാര്യമായ പോയിന്റുകൾ കണ്ണിൽപ്പെട്ടാലും കാണുന്നില്ല. അവർ മൗനി പാപ്പമാരായി മാറുന്നു അല്ലേ? അതായത് കൺമുമ്പിൽ എത്ര അനീതി കാണെങ്കിലും അക്ഷരം മിണ്ടില്ല കവിപുങ്കവന്മാർ. അവർക്കെന്ത് കിട്ടും, ഇത് ചെയ്തുവെന്നാൽ എനിക്കെന്ത് കിട്ടും എന്നുള്ള മട്ടിൽ മിക്കവരുമാകിൽ ഇനി എന്ത് രക്ഷ, നമുക്കെന്ത് നേട്ടം? ഒരു നേട്ടവും ഇല്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജനാധിപത്യം എന്ന് പറയുന്നത് സ്ഥിതി സമത്വത്തിലേക്കുള്ള ഒരു പോക്കുകൂടിയാണ്. കുറേ മദ്യം ഏറ്റവും ചുരുങ്ങിയ ചെലവിലുണ്ടാക്കി കൊടുക്കുക, മയക്കുമരുന്ന് പരമാവധി പ്രോത്സാഹിപ്പിക്കുക, അത് വിറ്റ് കിട്ടുന്ന മാർജിനും കണ്ട് അല്ലെങ്കിൽ കാശും കണ്ട് അന്നാട് പുള്ളി പോക്കും പൈസ ഉണ്ടാക്കുക. അന്നാട് പുള്ളി പോക്കും മദ്യത്തെ എങ്ങനെ ഉപേക്ഷിക്കും സർക്കാർ? അതായത് അതിനെക്കുറിച്ച് തന്നെ ഒരു കവിത എഴുതിയിട്ടുണ്ട്. സത്യമറിഞ്ഞുപോ എന്ന് പറയുന്ന ഒരു കവിതയാണ് എഴുതിയിട്ടുണ്ട്. കേരളത്തിലെ മദ്യപാനികൾ 8 നാൾ കൂടി നിർത്തി, എന്നാൽ 9 നിലംപതിച്ചിടും ഈ ഗവൺമെന്റ് എന്ന സത്യവും ഒട്ടുമേ അറിവായിടാത്തൊരു മദ്യപാനികളാണു കേരള ഭൂവിലുള്ളതിലേറെ എന്നൊരു സത്യം ഉണ്ടതറിഞ്ഞുവോ? സത്യമാണത്. ഇതാണോ നമ്മുടെ ലക്ഷ്യം? ഇതാണോ വിപ്ലവത്തിൻ്റെ ലക്ഷ്യം? ഈ സാമൂഹ്യമായിട്ടുള്ള ഇവിടുത്തെ അവസ്ഥ, വിപ്ലവം പറഞ്ഞ് മുമ്പോട്ട് വന്ന ആളുകൾ, വിപ്ലവ പാർട്ടി മറന്നിരിക്കുന്നു. അതാണ് സത്യം. ഇപ്പോഴും ഈ തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും കറുത്തവൻ എന്ന് വിളിച്ച് കഴിഞ്ഞ ദിവസം ഒരു പയ്യനെ സ്വന്തം മക്കളെ പോലെ കരുതേണ്ട ശിഷ്യരിൽ ഒരാളെ ജാതിയുടെ പേരിൽ, നിറത്തിൻ്റെ പേരിൽ അവനെ അധിക്ഷേപിക്കുകയും അവൻ്റെ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സിനെ ത്വരിപ്പിക്കുകയും അവന് സമൂഹത്തിൽ ഇറങ്ങി നടക്കാൻ പാടില്ലാത്ത ഒരു മാനസിക കോംപ്ലക്സ്, അധമ ചിന്തയിലേക്ക് അവനെ നയിക്കുകയും ആ പാവം പയ്യനെ, ആ സഹോദരന്, നമ്മുടെ പുത്രൻ്റെയൊക്കെ പ്രായമുള്ള ആ പയ്യനെ സ്വയം ഹത്യയ്ക്ക്
പ്രേരിപ്പിക്കുകയും ചെയ്ത ആളുടെ പേരിൽ കൊലക്കുറ്റം ഇതുവരെ ചുമത്തിയിട്ടുണ്ടോ? അപ്പം ആരാണിത് പ്രോത്സാഹിപ്പിക്കുന്നത്? ഇത് കൊലക്കുറ്റം ചുമത്തേണ്ട ആളുകൾ ഏത് വർണ്ണത്തിൽ നിൽക്കുന്നു എന്നുള്ളത് ബേസാണ് ഇതിൻ്റെ. അവിടെ എത്തിപ്പെടുന്ന ആദ്യമേ ഇതിൻ്റെ കേസ് കെട്ടുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ വരുന്ന പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലെ ആൾക്കാരെ ഉൾപ്പെടെ ഉള്ള ആളുകൾ ഇതിനെ ഏതെല്ലാം രീതിയിൽ ഈ മുകളിലുള്ള ആളുകൾ ചെയ്തിട്ടുള്ള കുറ്റകൃത്യത്തെ ലഘൂകരിച്ച് അവരെ ഊരിവിടുന്നതിനുള്ള പഴുതുകൾ അന്വേഷിച്ച് ആ പഴുതുകൾ വെച്ചുള്ള ക്ലോസുകൾ അനുസരിച്ച് കുറ്റങ്ങൾ ചാർജ് ചെയ്ത് കൊടുക്കുമ്പോൾ, അവരെ രക്ഷപ്പെടുത്തി വിടുമ്പോൾ ഇത് കൂടുകയല്ലാതെ എവിടെ കുറയും? കുറ്റവാളികൾക്കില്ല ശിക്ഷയെങ്കിൽ ആ നാടിൻ പേരാണ് കുട്ടിച്ചോറ്. കുട്ടിച്ചോറ് എന്നുള്ളത് ഇൻവെർട്ടഡ് കോമയിലാണ് കിടക്കുന്നത്. സത്യം. ഈ നർമ്മം, പരിഹാസം, ഇത്തരം എലമെന്റ്സിന് കവിതയിൽ സാധ്യത എത്രത്തോളം ഉണ്ട്? ഇത്രയും കാലത്തെ ഒരു അനുഭവത്തിൽ എലമെന്റ്സ് എന്ന് പറയുന്നത് ഈ അതായത് ഏത് വ്യക്തിക്കും, ആണാകട്ടെ പെണ്ണാവട്ടെ മറ്റേ ട്രാൻസ്ജെൻഡർ ആവട്ടെ ആരും ആവട്ടെ, നർമ്മം ജീവിതത്തിൽ ആസ്വദിക്കാത്ത ആളുകളില്ല. അതാണ് ഒരു ഫാക്റ്റ്. ഈ നർമ്മത്തിൽ തന്നെ ലൈംഗികതയായിട്ട് ചേർന്ന വിഷയങ്ങളിലെ നർമ്മത്തോളം ഹൃദ്യമായ നർമ്മം, എല്ലാ മനുഷ്യർക്കും ആസ്വദിക്കാൻ പറ്റിയ നർമ്മം വേറെ ഒരു മേഖലയിലും ഇല്ല. അതുകൊണ്ടാണ് ശൃംഗാര രസമാണ് ഏറ്റവും ഉത്തമമായ ടോപ്പിൽ നിൽക്കുന്ന മനുഷ്യവികാരങ്ങളെ ആസ്വദിപ്പിക്കുന്നതിൽ ശൃംഗാരരസത്തിനുള്ള പ്രാധാന്യം അന്നേ പഴയ ജ്ഞാനമുള്ള ആളുകൾ പറഞ്ഞിട്ടുണ്ട്. വിവേചനം എന്ന വൈറസ് നിങ്ങളുടെ ലേഖന സമാഹാരത്തിന്റെ പേരാണ്. എന്താണ് അതിന്റെ ഒരു കാതൽ? അതായത് ഈ സാമൂഹ്യ വിമർശനം തന്നെയാണോ അതോ? സാമൂഹ്യ വിമർശനത്തിന്റെ അംശങ്ങളുണ്ട്. ഇപ്പോഴും ജാതി ഇല്ല എന്ന ആളുകൾ, ശ്രേഷ്ഠ കുലജാതരായ ഭൂരിപക്ഷം ആളുകൾ അത് പറയുന്നു, അല്ലാത്തവരും പറയുന്നു. ജാതി ഉണ്ടോ ഇല്ലയോ എന്ന് എൻ്റെ ആ പുസ്തകം ഈ സമൂഹത്തോട് പറയുന്നുണ്ട്. അതാണ് എൻ്റെ മെയിൻ കണ്ടന്റ് എന്ന് പറയുന്നത്. അതായത് ജാതി എന്ന് പറയുന്നത് ഒരു ശീലമാണ്. ശീലം എന്ന് പറയുന്നത് മനോഭാവമാണ്, അവൻ്റെ പെരുമാറ്റമാണ്. മനസ്സ് പറയുന്നത് മാതിരിയാണ് ചിന്ത വരുന്നത്. മനസ്സിൽ ഉദിക്കുന്ന ആ ചിന്ത വാക്കാകുന്നു, വാക്ക് ശീലമാകുന്നു, ശീലം അവൻ്റെ പ്രവൃത്തിയാകുന്നു, പ്രവൃത്തി അവൻ്റെ സംസ്കാരമാകുന്നു. പ്രവൃത്തിയാണ് അവൻ്റെ എന്ന് പറഞ്ഞാൽ അവൻ്റെ പെരുമാറ്റം. ഒരു മനുഷ്യൻ എന്ന് പറയുന്നത് ആ മനുഷ്യൻ്റെ പെരുമാറ്റമാണ്. അതാണ് ഈ പുസ്തകത്തിൽ ഞാൻ പ്രതിപാദിക്കുന്നത്. ധാർമ്മികതയാണ് ഏറ്റവും വലിയ ഈശ്വരൻ. ധാർമ്മികത മനസാക്ഷിയാണ്. മനസ്സിലല്ലേ ഈശ്വരൻ ഇരിക്കുന്നത്? അവിടെ നിന്നല്ലേ ധാർമ്മികത വരുന്നത്? അവിടെയല്ലേ സമബുദ്ധി ഇരിക്കുന്നത്? അല്ലാതെ എവിടെയാണ്? നമ്മുടെ മനസാക്ഷിയാണ് ഈശ്വരൻ. മനസ്സിൻ്റെ സാക്ഷി നിർത്തി അനീതികൾ ചെയ്യാൻ തുടങ്ങുമ്പോൾ അരുത് എന്ന് വിലക്കുന്നതാണ് ഈശ്വരൻ, അതായത് മനസാക്ഷി. അപ്പം മനസാക്ഷി എന്ന് പറയുന്ന ആ സമബുദ്ധി എന്ന് പറയുന്ന മറ്റവനെ നമ്മളെ സമത്തിൽ കണ്ട് നല്ല പെരുമാറ്റം, സഹിഷ്ണുതയോടുകൂടി, ഒരു ഈർപ്പമുള്ള മനസ്സോടുകൂടി, കരുണയുള്ള മനസ്സ്, കാരുണ്യമാണ് ഏറ്റവും വലിയ ആധ്യാത്മികത. ആ കാരുണ്യം, സാഹോദര്യം, സ്നേഹം, ദയ ഇതെല്ലാം വരണമെങ്കിൽ സമബുദ്ധി എന്ന് പറയുന്ന കാര്യം ഇവൻ്റെ മനസ്സിൽ ഈർപ്പം മുറ്റുന്ന രീതിയിൽ ഈർപ്പമുള്ളതാക്കി നിർത്തണം. അപ്പോൾ നമ്മുടെ സമബുദ്ധി കൂടുതൽ ആധ്യാത്മികതയുടെ കാര്യങ്ങളിലേക്ക് കടന്നു ചെല്ലും. കേട്ടുകൊണ്ടിരിക്കുന്ന ശ്രോതാക്കളെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചിന്തിക്കാനും അവർക്ക് കൂടുതൽ കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് അന്വേഷിക്കാനും ഒക്കെ ഇത് സഹായകമാകും എന്ന് വിശ്വസിക്കുകയാണ്. ഏറെ സന്തോഷം ജൻവാണി സ്റ്റുഡിയോയിലെത്തിയതിനും ഇത്രയും കാര്യങ്ങൾ പങ്കുവച്ചതിനും. ഓക്കെ, സന്തോഷം. നിങ്ങൾക്കും എൻ്റെ നന്ദി, കടപ്പാട് അറിയിക്കുന്നു. സാംസ്കാരിക ലോകത്തിൽ അതിഥിയായി പങ്കെടുത്തത് കവിയും സാംസ്കാരിക പ്രവർത്തകനുമായ സുകുമാർ അരിക്കുഴ. അഭിമുഖം നിർവഹണം എൻ വിനീത് കുമാർ. നിർവഹണ സഹായം റിൻഷ സുജിത്ത്. സാംസ്കാരിക ലോകം.